ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്ട്രാറ്റജിയാണ്. അത് KPSM മെത്തേഡ്. ഈ KPSM മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് പ്രകാരമാണ് നമ്മൾ ഓരോ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് അതിനാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, അതിന്റെ ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ 10th മെയിൻസിനാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. CPO WCPO ആണെങ്കിൽ പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമുക്കൊരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇത്രയൊക്കെ സ്ട്രാറ്റജി കൊണ്ട് ആകെ ഡൗട്ടായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ KPSM മെത്തേഡ് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് പുതിയ PSC ഇതിൽ പഠിക്കുക എന്നെല്ലാം ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് കാണുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കാം. ഓക്കെ, അത് നമുക്ക് കാര്യത്തിൽ കിടക്കാം. മെയിൻ കാര്യം എന്താ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ. ഈ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ചുള്ളതും അല്ലെങ്കിൽ 10th ഫിലിംസിനെ കുറിച്ചുള്ളതും ഫിലിംസ് അല്ല മെയിൻസിനെ കുറിച്ചുള്ളതും WCPO CPO കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ എന്താ പറയാ ഗ്രൂപ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതിന്റെ വീഡിയോയും ഇനി വരാൻ പോകുന്ന സമയത്ത് ടൈം ടേബിളും ഇതിൽ നമ്മൾ ഒരു സ്ട്രാറ്റജിയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ആഴ്ചയും ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഈ ഗ്രൂപ്പിലാണ് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പ് ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എന്ന് നോക്കാം. സിലബസ് നോക്കാം. സിലബസ് ഇതിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, ആക്ച്വലി ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരള അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്, എന്താ പറയാ ബയോളജി 6, ഫിസിക്സ് 3, കെമിസ്ട്രി 3, ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ 5 മാർക്ക്, IT 3 മാർക്ക്, ഇമ്പോർട്ടന്റ് ആക്ട്സ് 5 മാർക്ക്, കറണ്ട് അഫെയർ 20, പിന്നെ മാത്സ് റീസണിങ് 10, ഇംഗ്ലീഷ് 10 ആൻഡ് മലയാളം അല്ലെങ്കിൽ മലയാളം കന്നഡ തമിഴ് മെജോറിറ്റി മലയാളം ആയിരിക്കും, മലയാളം 10. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് ഉണ്ടാവുക. സിലബസ് ഒക്കെ കണ്ടവനാണ് ഈ KK ജോസഫ്. എന്താണ് കാര്യം പറയാൻ ഉദ്ദേശിച്ചത് പറയും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് പോവാം. ഇതാണ് 10th മെയിൻസിന്റെ സിലബസ്. ഇവ ഇവിടെ നോക്കിയേ, ചരിത്രം 5 മാർക്ക്, ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്. റാൻഡമായി നോക്കിയാലോ, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, എവിടെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. അപ്പൊ രണ്ടിന്റെയും സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണെന്ന് മനസ്സിലായോ? രണ്ടിന്റെയും സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന മൊത്തം സിലബസ് എന്താ, സെയിം ആണ്. ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല, എവിടെയുമില്ല. നമുക്ക് നോക്കാം. എന്ത്, കേരള ഹിസ്റ്ററി 5 മാർക്ക്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി 5 മാർക്ക്. എക്സാമിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാ സിലബസ് എടുത്ത് നോക്കുള്ളൂ, സിലബസ് എന്താ, സെയിം ആണ്. ഇനി എല്ലാം നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, മൊത്തം സിലബസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി വെച്ചിട്ടുണ്ട് മിഷൻ 90 എന്ന് പറഞ്ഞു. എന്തിനാ ഈ മിഷൻ 90 വെച്ചിരിക്കുന്നത്, 10th പ്രിലിംസിന്. അതിന് നമ്മൾ റീനെയിം ചെയ്തിട്ട് 10th മെയിൻസ് പ്ലസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്ട്രാറ്റജി മിഷൻ 90 എന്നാക്കി എന്ത് ചെയ്തു, മാറ്റി. പേര് മാറ്റുക എന്നൊരു കടമ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി സ്ട്രാറ്റജി എല്ലാം എന്താ, സെയിം ആണ്. അപ്പൊ ആ സ്ട്രാറ്റജി പ്രകാരം എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ എക്സാമിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം, 90 മാർക്ക് സ്കോർ ചെയ്യണം. ഇതാണ് നമ്മുടെ മിഷൻ 90. നമ്മൾ പ്രിലിംസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മിഷൻ എന്തായിരുന്നു, മിഷൻ 70. ഇപ്പൊ നമ്മൾ മിഷൻ 90ലേക്ക് കടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 90ലേക്ക് നമ്മൾ കടക്കുന്നത്, അതായത് മൊത്തത്തിൽ എന്താ പറയാ ഒഴിവ് വരുന്നതും എന്താ പറയാ മൊത്തം ജോലി കിട്ടുന്നതും എല്ലാത്തിന്റെയും അളവൊന്ന് കുറവല്ലേ. ആക്ച്വലി ലിസ്റ്റിൽ വന്നു എന്നത് കൊണ്ട് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ ഉറപ്പുണ്ടാ, ഒരു ഉറപ്പില്ല. ഓക്കെ, നമുക്ക് എപ്പോഴാ ജോലി കിട്ടുള്ളൂ, നമുക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ആകുമ്പോഴാണ് ജോലി കിട്ടുക. അതാണ് ഇപ്പോഴത്തെ കറന്റ്ലി ഉള്ള ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ അനലൈസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടോപ്പ് ആവേണ്ടത്. ഞാൻ 5 ലിസ്റ്റിലുണ്ട് 6 ലിസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യമില്ല. ഓക്കെ അല്ലെ, ലിസ്റ്റിൽ വന്നുകൊണ്ട് ജോലി കിട്ടുന്ന യാതൊരു ഉറപ്പുമില്ല. ലിസ്റ്റിൽ വരുന്നവർക്ക് ജോലി കിട്ടട്ടെ, സന്തോഷം. അതന്നെയാണ് നമുക്ക് എനിക്കും വേണ്ടത്, എല്ലാവർക്കും വേണ്ടത്. പക്ഷെ എന്താണ് യഥാർത്ഥം നടക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു സംഭവം നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള പേര് പറയാണോ വേണ്ടത്, അത് ജോലി കിട്ടുക വേണ്ടത്, ജോലി കിട്ടുക. അതുകൊണ്ടാണ് മിഷൻ 90 വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യം ഒക്കെ അല്ലേ. ഇതിനു വേണ്ടി നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഡേ 1. അതിൽ കോർ സിലബസ് ആണ് പഠിക്കുക, ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഡേ 2 റിമൈനിങ് സബ്ജക്ട്സ് ആണ് പഠിക്കുക. ഓക്കെ അല്ലെ. ഡേ 3 മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കുക. എല്ലാ സൺഡേസിലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു സിലബസ് പഠിക്കും. ഓക്കെ, നമുക്ക് കറണ്ട് അഫയേഴ്സിലെ 20, ആ 20ൽ 18 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. 18 മാർക്ക് അല്ലെങ്കിൽ 17 മാർക്ക് എവിടെ നിന്നുള്ളതായിരിക്കും, സിലബസുമായി റിലേറ്റ് ചെയ്യപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിരിക്കും.
ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കുക. ന്യൂസ് എന്നുള്ള കറണ്ട് അഫയേഴ്സ് മൊത്തമായി നമ്മൾ വിടുവോ? മൊത്തമായി നമ്മൾ വിടുകയാണ് ചെയ്യുക. കാരണം ആ 2 മാർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത്രയും കാര്യം മനസ്സിലായി. Day 1, Day 2, Day 3. സാരി Day 4 എന്താ? വീണ്ടും കോർ സിലബസ് പഠിക്കുക. ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ. 2-ാം ദിവസം റിമൈനിങ് ബാക്കിയുള്ള എന്തൊക്കെയുണ്ടോ. 3-ാം ദിവസം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. 4-ാം ദിവസം വീണ്ടും എന്താ? കോർ സിലബസ്. 5-ാം ദിവസം റിമൈനിങ് സബ്ജക്ട്സ്. 6-ാം ദിവസം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇങ്ങനെ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ അല്ലേ? എന്നിട്ട് 7-ാം ദിവസം എന്ത് ചെയ്യുന്നു? കറണ്ട് അഫയർ പഠിക്കും. സാർ ഞാൻ എങ്ങനെ ഞങ്ങൾ റിവിഷൻ ചെയ്യുക? ഇതിനിടയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ആഴ്ചയും റിവിഷൻ തരാൻ വേണ്ടി ഒരു പ്രത്യേക ആഴ്ച റിവിഷന് വേണ്ടി മാത്രം നമ്മൾ എടുത്തു വെക്കും. ആ ആഴ്ചയിൽ എന്ത് ചെയ്യും? നമ്മൾ റിവിഷൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. മെയിൻസ് കഴിഞ്ഞവരുടെ കയ്യിൽ 40 മാർക്ക് എന്നുണ്ട് കയ്യിൽ. ഇനി ഇത് പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ വെറി ചെയ്യേണ്ട. നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുക? കൊടുക്കുക. നമ്മൾ week 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. അത് നമ്മൾ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പർട്ടിക്കുലർ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് week 3 എന്നാണ്. അപ്പൊ ഡൗട്ട്, week 1 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന വരുന്ന ആളാണെങ്കിൽ week 3 എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. അല്ല ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ week 3 സ്റ്റാർട്ട് ചെയ്യുക. എന്നാണോ റിവിഷൻ നമ്മൾ പറയുന്നത്, ഒരു വീക്ക് മൊത്തം നമ്മൾ എന്ത് ചെയ്യും? റിവിഷന് വേണ്ടി വെക്കും. അന്ന് എന്ത് ചെയ്യുന്നു? പണ്ടുണ്ടായിരുന്ന week 1-ലും week 2-ലും ഉണ്ടായിരുന്ന കാര്യം എന്ത് ചെയ്യുന്നു? റിവൈസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്താൽ മതി? കോപ്പ് ചെയ്ത് പോയാൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? ടോപ്പിക്സ് നമ്മൾ 2-ആയി ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് റിവിഷൻ, സ്റ്റഡി. ഓൾറെഡി നമ്മുടെ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ പഠിക്കാൻ വേണ്ടി നോക്കുക. പുതുതായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ റിവിഷൻ എന്നുള്ളതുമായിട്ട് എന്താവുന്നു? സ്റ്റഡി ആക്കുന്നു. അങ്ങനെ പഠിക്കുക. റിവിഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ ഓൾറെഡി ഒരു വർഷം നോക്കിയതാണ് നമ്മുടെ ടൈം ടേബിൾ പ്രകാരം. അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഒന്ന് പൊടി തട്ടിയെടുക്കുന്നു. സ്റ്റഡി എന്ന് വെച്ചാൽ എന്താ? ആദ്യം തൊട്ട് നമ്മൾ ABC തൊട്ട് എന്ത് ചെയ്യുന്നു? പഠിച്ചു വരുന്നു. ഇനി പുതിയ ആളുകളാണ്, ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ റിവിഷനെയും സ്റ്റഡിനെയും മാറ്റി എന്താക്കുക? എല്ലാം പഠിക്കുക. അല്ല നമ്മുടെ ഈ രീതിയിൽ പഠിച്ചുകൊണ്ടുവരുന്ന ആളാണെങ്കിൽ ഒരു പാർട്ടിനെ റിവൈസ് ചെയ്യുന്നു, ഒരു പാർട്ടിനെ എന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുന്നു. ഇത്രയും കാര്യം ഓക്കെ അല്ല? ഇത്രയും കാര്യം ഓക്കെ. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് 5 സബ്ജക്റ്റിലാണ്. ഓക്കെ. ഒന്ന് കേരള അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്, ഇമ്പോർട്ടന്റ് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള 4 സബ്ജക്റ്റിലാണ് നമുക്ക് 4 സബ്ജക്റ്റാണ് നമുക്ക് എന്തുള്ളത്? പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റ് സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യും? പർട്ടിക്കുലർ ടോപ്പിക്സ് എടുത്തിട്ടാണ് നമ്മൾ കാര്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. കാരണം ഇവിടെ വരുന്ന ഈ ടോപ്പിക്സിൽ ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ അതിന്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ഈ ടോപ്പിക്സിൽ എല്ലാം വളരെ ഡീറ്റെയിൽ ആയി പഠിക്കാനുള്ളതാണ്. എല്ലാത്തിനും എന്തുവരും? ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലുള്ളത്. കേരളവും കേരള ഭരണ സംവിധാനവും ഡീറ്റെയിൽ സ്റ്റഡി ആവശ്യമാണ്. ഇതിന് സമയം ആവശ്യം. സുപ്രധാന നിയമത്തിന് ഡീറ്റെയിൽ സ്റ്റഡി ആവശ്യമാണ്. ഇതിന് സമയം ആവശ്യം. ആ സമയം നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ അതിനുവേണ്ടി ബാക്കിയുള്ള സബ്ജക്റ്റിൽ എല്ലാം പഠിച്ച് എല്ലാ സിലബസ് തീർക്കാൻ എന്തുണ്ടാവില്ല? നമ്മുടെ സമയം ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാ പഠിക്കാൻ പോണത്? ഓക്കെ. മുഴുവൻ സിലബസ് നമ്മൾ പൂർത്തിയാക്കുവോ? ഇല്ല. ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ, ഒരു SCERT ഉണ്ടെങ്കിൽ, ഒരു പാഠപുസ്തകം ഉണ്ടെങ്കിൽ അത് മുഴുവൻ വായിച്ച് നമ്മൾ പൂർത്തിയാക്കുവോ? ഇല്ല. സാർ ഇതൊന്നും പൂർത്തിയാക്കാതെ നമ്മൾ 90 മാർക്ക് വാങ്ങാൻ പോണത്? യെസ്. ഇതൊന്നും പൂർത്തിയാക്കാതെ നമ്മൾ 90 മാർക്ക് വാങ്ങാം. മുഴുവൻ കറണ്ട് അഫയർ നമ്മൾ പഠിക്കുവോ? ഇല്ല. സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ മാത്രമേ പഠിക്കുള്ളൂ. ടൈം ടേബിൾ പറയുന്നത് വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? 1, 2, 3 എല്ലാം ഇവിടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യാതെ SCERT പാഠപുസ്തകം മൊത്തം വായിക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 90 മാർക്ക് വാങ്ങാൻ പോവാണ്. ഇതാണ് നമ്മുടെ രീതി. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രശ്നം ഉണ്ടാവുള്ളൂ. മെയിൻസിനെ കുറിച്ചോ വേറെ എന്തെങ്കിലും സംഭവത്തെ കുറിച്ചൊന്നും ഉണ്ടാവില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ടോപ്പിക്കിനെ 2 ഭാഗമായി ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ഒന്ന് ഓൾഡ് PSC ടൈപ്പ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ ന്യൂ PSC ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓൾഡ് PSC ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്ന കാര്യങ്ങളാണ് ഫാക്ട്, ടൈം ലൈൻ, മാച്ച് ദ ഫോളോയിങ് തുടങ്ങിയവ. ന്യൂ PSC ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ്, അസർഷൻ, ഡിസൺ, അനാലിസിസ് ക്വസ്റ്റ്യൻ തുടങ്ങിയവ. ഈ അനാലിസിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 PSC സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും പുതിയ മോഡൽസ് എന്ത് ചെയ്യും? വന്നുകൊണ്ടിരിക്കും. അവിടെ എത്രയും പെട്ടെന്ന് PSC ക്ലിയർ ചെയ്യുക, എന്ത് ചെയ്യുക? ജോലി വാങ്ങിയിട്ട്. ഓക്കെ ഫൈൻ. ഇനി ഞാനിവിടെ 10th മെയിൻസ് സെയിൽസ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പ്ലസ് സെയിൽസ് അസിസ്റ്റന്റ് സ്റ്റഡി ടൈം ടേബിൾ week 3 ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഞാൻ ഓരോ ടോപ്പിക്കിന് നേരെയും അത് എങ്ങനെയാണ് പഠിക്കണം ഇട്ടിട്ടുണ്ട്. ഓൾഡ് PSC മെത്തേഡിലുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ ഫാക്ട് എന്ന് എഴുതുന്നു വിചാരിക്കൂ. എന്ന് വെച്ചാൽ അതുമായിട്ടുള്ള എല്ലാ ബേസിക് കാര്യം എന്ത് ചെയ്യുക? ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കുക. ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് ഞാൻ ഫാക്ട് ആണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം എന്താ? ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി.
ഓക്കെ. ഇനി അവിടെ എന്തുണ്ട്? ഹെഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതായത് UPSCയുടെ ചെയർമാൻ ആരാണ്, ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആരാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്, പുതിയ ചെയർമാനൊക്കെ വന്നല്ലോ, അങ്ങനെ ആരാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി അവിടെ കെമിസ്ട്രി എന്നൊരു പാർട്ട് ചെയ്തിട്ട് അക്വാറീജിയ. അക്വാറീജിയ ഞാൻ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫാക്ട് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ബേസിക് കാര്യം ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നിന്നുള്ളതാ? ഹിസ്റ്ററി എന്നുള്ളതാണ്. മോളിൽ പറഞ്ഞ രണ്ടെണ്ണവും, ഒന്ന് ഹെഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇതൊരു കറണ്ട് അഫെയർ ആണ്. അപ്പൊ കറണ്ട് അഫെയർ 18 മാർക്ക് വേണ്ടേ? അതിൽ ഒരു മാർക്കാണ് ഈ പറയുന്നത്. അതില് ഇത് എവിടെ നിന്നുള്ള കറണ്ട് അഫെയർ ആ? കോൺസ്റ്റിറ്റ്യൂഷനുള്ള കറണ്ട് അഫെയർ. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിലാണ് ഒളിമ്പിക്സ് വരുന്നത്. അപ്പൊ ഒളിമ്പിക്സ് എവിടെ നിന്നുള്ള കറണ്ട് അഫെയർ ആ? സിലബസ് എന്നുള്ള കറണ്ട് അഫെയർ. ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? 90 മാർക്ക് വാങ്ങാൻ പോകുന്നത്. ഗാന്ധിജി ആൻഡ് ഹിസ് ഫ്രീഡം സ്ട്രഗിൾ നമ്മൾ പ്രിലിംസിന് പഠിച്ചതാണ്. പക്ഷെ അത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് 10th ക്ലാസ് ഗാന്ധിജി ആൻഡ് ഹിസ് ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ള ഭാഗമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മെയിൻസിന് അല്ലെങ്കിൽ സെയിൽസ് അസിസ്റ്റന്റ് പഠിക്കുന്ന സമയത്ത് പാറ്റേൺ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് വരിക. അങ്ങനെ എല്ലാ 6 ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഇവിടെ വരും. 6 ടൈപ്പ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫാക്ട്, രണ്ടാമത്തെ ടൈം ലൈൻ, മൂന്നാമത്തെ മാച്ച് ദ ഫോളോയിങ് ഓൾഡ് PSC ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഞ്ചാമത്തെ അസേർഷൻ റീസൺ, ആറാമത്തെ അനാലിസിസ് ക്വസ്റ്റ്യൻ, ന്യൂ PSC മെത്തേഡ് ക്വസ്റ്റ്യൻസ്. ഇത് 6 എവിടെ നിന്ന് വരും? ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ വരും. എവിടെന്നാ പഠിക്കേണ്ട ചോദിച്ചാൽ എന്താ പറയാമെന്ന് ആക്ച്വലി +1 +2 ഗാന്ധിയൻ സ്റ്റഡീസ് ഉണ്ട്, അതേപോലെ 10th ക്ലാസ് ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ ഉണ്ട്. ഇത് ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു സംഭവമാണ്. ആക്റ്റീവ് പാസീവ് വോയിസ് ഇംഗ്ലീഷ് ഇപ്പൊ മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്സ് ആണ്, ചില പ്രത്യേക ടോപ്പിക്സ് ആണ് തരുന്നത്. അല്ലാതെ ഒരു സബ്ജക്ട് ഉണ്ട് ഒരു ഭാഗം എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം പഠിക്കാനല്ല പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ റിവൈസ് ചെയ്യുന്ന രീതി മാറ്റുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ഗൈഡ് എടുത്തോ അല്ലെങ്കിൽ SCERT എടുത്തോ, ആദ്യത്തെ 10 പേജ് ഇന്ന്, അടുത്ത 10 പേജ് നാളെ, അടുത്ത 10 പേജ് മറ്റന്നാൾ എന്ന് പറഞ്ഞ് നിങ്ങൾ റിവിഷൻ എടുക്കാൻ നിൽക്കുവാണെങ്കിൽ PSC പഠനം എന്താവും? ഒരു പഞ്ചവത്സര പദ്ധതിയാവും. 5 ഇയർ പ്ലാൻ ആണോ വേണ്ടത്? റോളിംഗ് പ്ലാൻ ആണോ വേണ്ടത്? റോളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താ? ഒറ്റ വർഷം കൊണ്ട് നേടിയെടുക്കാം. ഒറ്റ വർഷം കൊണ്ട് നേടാനാണോ നിങ്ങൾ നോക്കുന്നത്? അതോ 5 വർഷം കൊണ്ട് സമാധാനം വരെ നേടാൻ നോക്കുന്നത്? 5 വർഷം കൊണ്ട് സമാധാനം വരെ നേടാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്ടംപോലെ സമയമുണ്ട്, ഫുൾ സിലബസ് പഠിച്ചോളൂ. ഒറ്റ വർഷം കൊണ്ടാണ് നേടാൻ നോക്കുന്നതെങ്കിൽ ഇത് പഠിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്താവുള്ളൂ? സമയം ഉണ്ടാവുള്ളൂ. ഇത് ഫോളോ ചെയ്യാം. ഓക്കെ അല്ലേ? ഫൈൻ. ഇത് സക്സസ് ആയത് നമ്മൾ LDC തൊട്ട്, കഴിഞ്ഞ ഡിഗ്രി തൊട്ട്, പഞ്ചായത്ത് സെക്രട്ടറി തൊട്ട്, ഇപ്പൊ നടന്ന 10th പ്രിലിംസ് വരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതിന്റെ ഡാറ്റ എന്നുണ്ട് ഗ്രൂപ്പിലുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അതിനുശേഷം ഈ രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. അപ്പൊ ആക്റ്റീവ് പാസീവ് വോയിസ് ആയി പഠിക്കേണ്ട കാര്യങ്ങൾ: ക്ലോക്ക്, കലണ്ടർ, ബ്ലഡ് റിലേഷൻ. ഓക്കെ. സിമ്പിൾ ആയിട്ട് ടോപ്പിക് ആണ്. നമ്പർ, ലെറ്റർ, സീരീസ്. ഇനി അവിടെ 6 ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമുണ്ട്. 5 ഇയർ പ്ലാൻ. ഓക്കെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ട്. 6 ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് സിലബസിലുള്ള എല്ലാ ടോപ്പിക്സ് തരുന്നുണ്ടോ? ഇല്ല. ഇനി ടോപ്പിക്സ് തരുന്ന സമയത്ത് അത് ബേസിക് ആയി പഠിക്കേണ്ടതാണോ? ഞാനിപ്പോ ഇവിടെ ടൈം ലൈൻ എഴുതിയിട്ടില്ല. ഓക്കെ അല്ലെ? അല്ലെങ്കിൽ എന്താ മാച്ച് ദ ഫോളോയിങ് എഴുതിയിട്ടില്ല. മാച്ച് ദ ഫോളോയിങ് ഞാൻ എഴുതും. മാച്ച് ദ ഫോളോയിങ് എഴുതുമ്പോൾ എന്ത് പഠിക്കുക? അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ടും പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാച്ച് ചെയ്യാൻ പറ്റും. ടൈം ലൈൻ എന്നാണ് എഴുതുന്നതെങ്കിൽ എന്ത് പഠിക്കുക? അതുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാച്ച് ചെയ്യാം. അത് ആ ടൈം ലൈൻ എന്ത് ചെയ്യാൻ പറ്റും? ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാൻ പറ്റും. ഇതല്ലേ വേണ്ടത്? ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയുന്നത്, നമ്മൾ എങ്ങനെയാണോ എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെയാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫാക്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫാക്ട് ആണ് വരേണ്ടത്. ടൈം ലൈൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ടൈം ലൈൻ ആണ് വരേണ്ടത്. ഓക്കെ അല്ലേ? ചേരുമ്പടി ചേർക്കള എഴുതിയിട്ടുണ്ടെങ്കിൽ ചേരുമ്പടി ചേർക്കളാണ് വരേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് വരേണ്ടത്. 6 ടൈപ്പ് വരുന്നുണ്ടെങ്കിൽ 6 ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? എവിടെയെങ്കിലൊക്കെ വരണം. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇന്നതാന്ന് പറഞ്ഞാൽ ആ പാറ്റേൺ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വരേണ്ടത്. ഇങ്ങനെ നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വീക്ക് 3 പഠിക്കുക. ഓക്കെ. എന്നിട്ട് ഓരോരോ വീക്കിലും നമ്മൾ എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഇടും. അതെന്ത് ചെയ്യുക? ഫോളോ ചെയ്യാം. ഓക്കെ. സോ വൺസ് അഗൈൻ നമ്മളൊരു ചാനൽ ഉണ്ട്, അത്രയും കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3 പറഞ്ഞിട്ട്. അത് മെയിൻ ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡിഗ്രി ലെവൽ, SI അതൊക്കെ പ്രിപ്പയർ ആണെങ്കിൽ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ബാക്കിയുള്ളത് അത്രയും കിരൺ സ്റ്റഡി സർക്കിൾ ഉണ്ടാവും. പക്ഷെ ആ ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാവുന്നതാണ്? കമന്റ് ചെയ്തെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യമാണ് എനിക്ക് സെയിൽസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുഴുവൻ സിലബസും പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടില്ല, ഗൈഡ് മുഴുവൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, SCERT മുഴുവൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, എല്ലാ കറണ്ട് അഫയറും പഠിക്കാൻ പറ്റില്ല. അത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അഫയർ എടുത്ത് പറയുന്നുണ്ട്. അത് നോക്കുക. എന്നാൽ നമ്മുടെ മിഷൻ എന്താ? മിഷൻ 90.
നമ്മൾ എങ്ങനെയാണോ മാർക്ക് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വരണം. സിലബസ് മുഴുവൻ പഠിക്കാതെ നമുക്ക് എന്ത് മാർക്ക് എത്ര കിട്ടണം, 90 മാർക്ക് കിട്ടണം. 10 മാർക്ക് പറ്റോട്ടെ, ഓക്കെ അല്ലേ? ടോപ്പ് ആയാൽ പോരെ, സ്റ്റേറ്റ് ഫസ്റ്റ് ആയാൽ പോരെ, അത്രയല്ലേ വേണ്ടു. സ്റ്റേറ്റ് ഫസ്റ്റ് ആവുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പൊ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.